ഏറ്റവും പുതിയ ചിത്രമായ ചെക്ക്മേറ്റിൻ്റെ സംവിധായകൻ, തിരക്കഥാകൃത്ത്, ഛായാഗ്രഹകനൊക്കെയായ രതീഷ് ശേഖറും നായികയായ രേഖ ഹരിന്ദ്രനുമാണ് സി മലയാളം ഇൻസ്ട്രുമെന്റ് ചെയ്യുന്നത്. രണ്ടുപേരും നമസ്കാരം. ആക്ച്വലി രതീഷിനോടാണ് എൻ്റെ ചോദ്യം. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ, പ്രത്യേകിച്ചൊരു നവാഗതനായിട്ട് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് കൈകാര്യം ചെയ്യുമ്പോഴേക്കും അനൂപ് മേനോനെ പോലൊരു സ്റ്റാറും കൊണ്ടുവരുന്നു. അതിന് പിന്നിലുള്ള ചെയ്തോ വികാരം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു സംവിധായകൻ എന്ന രീതിയിൽ മാത്രം വരുമ്പോൾ തന്നെ ഒരുപാട് പ്രഷേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ഡയറക്ടേഴ്സ് പറയാറുണ്ട്. ഓരോ ടെക്നിക്കൽ ആസ്പെക്ട്സിലൊക്കെ ചിന്തിക്കുമ്പോഴേക്കും അതിനനുസരിച്ചുള്ള വർക്ക് ലോഡ് ഉണ്ടാവുമല്ലോ. ഹാൻഡ്ലിങ് ഓൾ ടുഗെദർ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ചെയ്തോ വികാരത്തെക്കാളും കൂടുതൽ ഒരു ലിമിറ്റേഷൻ എന്നാണ് ഞാൻ അതിനെ പറയുന്നത്. ഫോഴ്സ്ഡ് ആണോ? ഫോഴ്സ് ടു, യെസ്, ഫോഴ്സ് ടു, ദർ ഇസ് നോ ക്വസ്റ്റൻ അബൌട്ട് ഇറ്റ്. കാരണം നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കിംഗ് ടീം ആകുമ്പോൾ അതിനകത്ത് സിനിമ എന്ന് പറയുന്ന ഒരു ഇത്രയും വലിയൊരു ടാസ്ക് നമ്മളെടുത്ത് നമ്മുടെ ഷോൾഡറിൽ വെക്കുന്ന സമയത്ത് യു ഹാവ് ടു ഡു ഇറ്റ് റൈറ്റ്. അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു പ്രൊഡക്ഷൻ്റെ ബാക്കിങ് വേണം. പ്രൊഡക്ഷൻ യു ബേസിക്കലി ടോക്കിംഗ് അബൌട്ട് സച്ച് എ ഹ്യൂജ് അണ്ടർടേക്കിംഗ്, റൈറ്റ്? അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ്റെ ബാക്കിങ് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഒബ്വിയസ്ലി ഒരു 2 മണിക്കൂർ 5 മിനിറ്റിൽ ചുരുങ്ങുന്നൊരു സിനിമ ആയിരിക്കും പ്രേക്ഷകർ കാണാൻ പോകുന്നത്. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഞാൻ ഒരു 10 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയിലേക്ക് എത്താൻ, ആ ഒരു ജേണി, സോ ടു സ്പീക്ക്. അപ്പോൾ അതിന് സിനിമാറ്റോഗ്രഫി, മ്യൂസിക്, ഡയറക്ഷൻ, ഇതിനെല്ലാം കോഴ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അമേരിക്കയിലെ ന്യൂ ഇംഗ്ലണ്ട് ഏരിയയിൽ ആളുകളുടെ കൂടെ വോളണ്ടിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് അസിസ്റ്റൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഈ മ്യൂസിക് വീഡിയോസും ഷോർട്ട് ഫിലിംസും ഒക്കെ എടുത്തതിൻ്റെ ഒരു കോൺഫിഡൻസിലാണ് ഇങ്ങനൊരു പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഫ്രെയിംസ് റിച്ച്നെസ് ഉണ്ട്, പ്രൊഡക്ഷൻ്റെ ഒരു പ്രശ്നമുണ്ടെന്നും പറയുന്നു. ഇത് ഐറണിക്കലാണെന്ന് പ്രേക്ഷകർക്ക് തോന്നി, അതിനകത്ത് തെറ്റു പറയാൻ പറ്റില്ല? തീർച്ചയായും തെറ്റ് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രോജക്റ്റ് എന്താ പറയുക, ഇപ്പോൾ തന്നെ മലയാള സിനിമ ആ ഒരു ലെവലിൽ എത്തി നിൽക്കുന്ന ഒരു ഇതാണ്, റൈറ്റ്? നോട്ട് ജസ്റ്റ് ഇൻ ഇന്ത്യൻ മൂവി ലാൻഡ്സ്കേപ്പ്, ഗ്ലോബലി അക്സെപ്റ്റൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മീഡിയമാണ് ഇപ്പോൾ. ഒരു സിനിമറ്റോഗ്രാഫറിനെ എനിക്ക് ഹയർ ചെയ്യണമെങ്കിൽ ഒരു ദിവസം $1,200, $1,200 എനിക്ക് കൊടുക്കണം. ദാറ്റ്സ് ഫോർ 12 hours. 12 hour 1 minute ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ 1.5 times പേയ്മെൻ്റ് ആണ്. അതെല്ലാം യൂണിയൻ മാൻഡേറ്റഡ് സംഭവങ്ങളാണ്. അപ്പം നമ്മൾ അതിൽ പൈസ മുടക്കാതെ ഇപ്പോൾ ബാക്കി സംഗതികളിൽ, ഇപ്പോൾ ലൊക്കേഷൻസ്, ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കണക്റ്റിക്കട്ടിലെ പാർലമെൻറ്റിലാണ്. പാർലമെൻറ്റിൽ അവിടുത്തെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് റൂമിലാണ്, ഇപ്പോൾ സെനറ്റ് റൂമിലാണ്. സെനറ്റ് റൂം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് കണക്റ്റിക്കട്ടിൽ വന്നാൽ അപ്പം ഒറിജിനൽ ആ റൂമിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ സെനറ്റേഴ്സിനെ അഡ്രസ് ചെയ്യുന്ന ആ റൂം. അപ്പം റാദർ ദാൻ പുട്ടിങ് മണി ഇൻ ടു ദാറ്റ് ബക്കറ്റ് ഫോർ പ്രൊഡക്ഷൻ, നമ്മൾ യൂസ് ചെയ്തത് ഈ പറയുന്ന ലൊക്കേഷൻസിലും അവിടെ സ്റ്റൺ ഡയറക്ടേഴ്സ്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലെ ഡെയർഡെവിൾ സ്റ്റൺ ഡയറക്ടർ ചെയ്ത ഡേവിഡ് ലവീനാണ് നമ്മുടെ സ്റ്റൺ ഡയറക്ടർ. അപ്പോൾ ആ ആസ്പെക്ട്സിലേക്ക് നമ്മുടെ ബഡ്ജറ്റ് പോയി. ഓക്കെ, അനൂപ് മേനോൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങളെക്കുറിച്ച് വാചാലായിട്ട് സംസാരിക്കുന്നുണ്ട്. ലൈക്ക് ഒരു കൂട്ടം അമേരിക്കൻ ചെറുപ്പക്കാർ, സൂപ്പർ ടാലൻറ്റഡ് പീപ്പിൾ, പക്ഷെ അവർ ബാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവർ ഇമ്മെൻസ്ലി ടാലൻറ്റഡ് ആണ്. അവരുടെ വർക്ക് അവരെല്ലാവരും വർക്ക് ചെയ്യുന്നവരുമാണ്. ആ ജോലിയുടെ ഇടയിൽ ഒരു ഷിഫ്റ്റ് കണ്ടെത്തി ഇത് ചെയ്യുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് ആ സിനിമയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ സീംസ് സോ ഇൻട്രസ്റ്റിംഗ്. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ ഈ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നത്? അതും ഇതും ഞാൻ എന്താ പറയുക, ഈ സിനിമ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പുള്ള എൻ്റെ ഫോട്ടോയും അതിന് ശേഷമുള്ള ഫോട്ടോയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഉറക്കം ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ കഫ് സിറപ്പൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത്. ആക്ച്വലി അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ഞാൻ ഇവൻച്വലി മിറ്റിഗേറ്റ് ചെയ്യണം. നമ്മളൊരു കാര്യം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒബിയസ്ലി എൻ്റെ ഫസ്റ്റ് സിനിമയാണ്. അപ്പോൾ തുടങ്ങുമ്പം നമുക്കറിയില്ല. ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഒരു വാശിക്ക് ഒരു കുഴിയിലേക്ക് എടുത്ത് ചാടാം, 2 വാശിക്ക് തിരിച്ചു കയറാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളാണ് ഞാൻ. പക്ഷേ ആസ് ആൻഡ് വെൻ വി കൈൻഡ് ഓഫ് മെയ്ഡ് പ്രോഗ്രസ്, സിനിമയിലെ പല ആസ്പെക്റ്റുകളിൽ നമുക്ക് എനിക്കൊരു എന്താ പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് കിട്ടിയപ്പോൾ അതിനനുസരിച്ച് ഇറ്റ് വാസ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. ഓക്കെ, യുവർ ഫാദർ ബീങ് എ പ്രൊഡ്യൂസർ, ലൈക്ക് ആ ഒരു സിനിമ ഇൻഡസ്ട്രിയോടൊരു ഫാമിലി പരമായിട്ടൊരു ഒരു മാറ്റി നിർത്തൽ അങ്ങനെയൊന്നുമില്ലല്ലോ. നമുക്കൊരു ഇൻഡസ്ട്രി അറിയാവുന്നൊരു ഇൻഡസ്ട്രി, പ്രത്യേകിച്ച് ഒരു ഫാമിലി ഇത് വരുമ്പോഴേക്കും. സോ കമ്മിങ് ടു ദിസ് ഫിലിം, ഈ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞത് സിനിമയിലേക്ക് എത്തിപ്പെട്ടത് മാത്രമല്ല, സിനിമ ഫ്രം യുവർ ചൈൽഡ്ഹുഡ് ആ ഒരു രീതിയിലേക്ക് വരുമ്പോഴേക്കും ഓപ്പോസിറ്റ് ജേർണി. ഞാൻ ഹരിശ്രീ വെച്ചിട്ട് ഫ്രം ഐ വാസ് ബോൺ ഞാൻ എക്സ്പോസ്ഡ് ആയിരിക്കുന്ന മോറി, ഡ്രാമ, മിമിക്രി, ഗാനമേള, ലൈക്ക് ഓൾ റിലേറ്റഡ് ടു ആർട്ട്. പിന്നെ നമ്മളാണെങ്കിലും ഡാൻസും ഇതുപോലെയായിട്ട് ആർട്ട് വാസ് ബിഗ് ഇൻ ആ ഫാമിലി. അപ്പോൾ അങ്ങനെ സിനിമ വന്നപ്പോൾ സിദ്ദിഖ് ലാൽ അങ്കിളുടെ ഫസ്റ്റ് സ്ക്രിപ്റ്റായിരുന്നു പപ്പൻ പ്രൈവറ്റ് പപ്പൻ. അപ്പോൾ അത് വന്നപ്പോൾ ഇവർ അച്ഛനെ പ്രൊഡ്യൂസ് ചെയ്തു.
ആ സെറ്റിൽ ഉണ്ടാവുന്ന ഞാൻ ജസ്റ്റ് ഒരു സീനിൽ ഒരു ക്വിക്ക് ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഭയങ്കര ഗ്രേറ്റ് മെമ്മറീസ് ആയിരുന്നു. പക്ഷെ ദ റിയാലിറ്റി വാസ് ദ മൂവി ഡിഡ്ന്റ് ഡു വെൽ. അപ്പോൾ അത് വെൻ ഇറ്റ് ഡിഡ്ന്റ് ഡു വെൽ വി ഹാഡ് എ ഫിനാൻഷ്യൽ സെറ്റ് ബാക്ക് ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് നമ്മുടെ ഫാമിലി ഒരു സ്റ്റെപ്പ് ബാക്ക് എടുത്തു. അപ്പോൾ യുനോ as much as I was enamored by art, ഈ ഒരു റിയാലിറ്റി ഓൾസോ ഹിറ്റ്. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് പിന്നീട് ലേറ്റർ ഓൺ ആ സിനിമ സംസാരിക്കപ്പെടുന്നതൊന്നും നിങ്ങൾക്ക് ആ ഒരു സാമ്പത്തികവാദിയായിട്ടൊരു വിഷയമായി മാറിയിട്ടില്ലല്ലോ. ലൈക്ക് പിന്നീട് ആളുകൾ ഏറ്റെടുത്തത് കൊണ്ട് അത് അപ്പോഴും ഏറ്റെടുക്കാമായിരുന്നില്ലേ എന്ന് ചിന്തിക്കുക അങ്ങനെയൊന്നുമില്ലായിരുന്നു. ആ സിനിമ പ്രത്യേകിച്ച് ആ സിനിമ ആ സമയത്ത് ഒരു വലിയ വിജയമായിരുന്നില്ലല്ലോ സാമ്പത്തികമായിട്ട്. പക്ഷെ പിന്നീട് ലൈക്ക് ഇപ്പോഴും എൻ്റെ ക്ലിപ്പിങ്സ് അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കപ്പെടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ലൈക്ക് ആ പോയിന്റിൽ ഇത് അപ്പോൾ സംസാരിക്കപ്പെടേണ്ടതായിരുന്നു അപ്പോഴായിരുന്നു? ഇല്ല, അബ്സല്യൂട്ട്ലി. ഇത് ഐ തിങ്ക് ഇഫ് ദിസ് സിനിമ ഹാഡ് കം ഒരു 5 years later ഒരു സൂപ്പർ ഹിറ്റ് ആവേണ്ട ഒരു പടമാണെന്ന് എൻ്റെ ഒരു വിശ്വാസമാണ്. ആഫ്റ്റർ ടൈമിംഗ് വാസ് ദ ഇഷ്യൂ വിത്ത് ദിസ് മൂവി ബിക്കോസ് ഇതിൻ്റെ കാസ്റ്റ് വാസ് ദ ബെസ്റ്റ് ദാറ്റ് വാസ് ദെയർ അറ്റ് ദാറ്റ് ടൈം. സ്റ്റോറി ആണെങ്കിലും അതിലെ കോമഡി ലൈക്ക് എവറിത്തിങ് വാസ് ലൈക്ക് എ ടിപ്പിക്കൽ സിദ്ദിഖ് ലാൽ ഡുവോ മൂവീൻ്റെ എല്ലാ എലിമെൻസും ഉണ്ടായിരുന്നു. സോ ആൻഡ് ഓൾസോ ദ കോൺസെപ്റ്റ് റൈറ്റ് കോൺസെപ്റ്റ് പുതിയ ഇറ്റ് വാസൻ ദ ടിപ്പിക്കൽ ഒരു ഫാമിലിയിലുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രശ്നം ആൻഡ് യുനോ ഒരു വില്ലൻ വന്നു സിസ്റ്റർ മരിച്ചു ആ ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറി അല്ലാതെ സംതിങ് വെരി ഡിഫറെൻറ്റ്. അപ്പോൾ ഐ ജെന്യുവൻലി ബിലീവ് ഇൻ ദറ്റ് മൂവി. ഐ തിങ്ക് അത് ടൈമിംഗ് വാസ് ഓഫ്. ഇൻഫാക്ട് ലാൽ സാർ ഒരു അതായത് നമ്മൾ ചെയ്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു അദ്ദേഹം ആക്ച്വലി ഫിലിം ചെയ്യാൻ വെച്ചിരുന്നത് നാടോടിക്കാറ്റാണ്. പപ്പൻ പ്രിയപ്പെട്ട പപ്പന് അല്ലാതെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് നാടോടിക്കാറ്റാണ് ചെയ്യാൻ വെച്ചിരുന്നത്. അപ്പോൾ അത് ചെയ്യായിരുന്നെങ്കിൽ യുനോ തിങ്സ് വുഡ് ഹാവ് ബീൻ ഡിഫറെന്റ് റൈറ്റ്. Congrats for your Film Critics Award as well. Thank you. അപ്പം tell me about that. ആ ഒരു ഇപ്പം അതിനുശേഷം ഒരു സെറ്റ് ബാക്ക് വരുന്നു, അതിനുശേഷം തിരിച്ചു വരുന്നു, അതിനുശേഷം ഒരു അവാർഡ് കിട്ടുന്നു. അതെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൾ ഡെസ്റ്റിനി ബിക്കോസ് ഞാൻ കുറേ വർഷമായിട്ട് ആസ് മച്ച് ആസ് ഐ വാച്ച് സിനിമ അത് എൻജോയ് ചെയ്യുക അല്ലാണ്ട് ഐ ഹവ് നെവർ തോട്ട് ഓഫ് ഒരു മെയിൻ സ്ട്രീം മൂവിയിൽ ഒരു ആക്ട്രസ് ആയിട്ട് വരിക, അതും ഒരു ഹീറോയിൻ റോൾ. ആൻഡ് എൻ്റെ റോൾ എന്ന് പറഞ്ഞ ജെസ്സി പറഞ്ഞ ക്യാരക്ടർ ഐ എം ട്രൂലി ബ്ലെസ്ഡ് ടു ഹാവ് ഇറ്റ് ബിക്കോസ് ഒരു 360-degree റോളാണ്. ഓൾ കൈൻഡ്സ് ഓഫ് ഇമോഷൻസ് കംസ് ഇൻ വേവ്സ് ആൻഡ് ലൈക്ക് ഒരാൾക്ക് ഒരു ആർട്ടിസ്റ്റിന് പെർഫോം ചെയ്യാൻ അതും ഒരു ഫസ്റ്റ് ടൈം it is I think it's unheard of. So I got really lucky. അപ്പോൾ അത് കിട്ടി. പിന്നെ അതിന് I worked hard. പിന്നെ lot of guidance from Ratish, ലാലങ്കിൾ, അനുബേട്ടൻ എല്ലാവരും ഹെൽപ്പ് ചെയ്തു. ടീമിൽ കുറേ സപ്പോർട്ട് ഉണ്ടായിരുന്നു. സോ ഇത് ഞാൻ എൻ്റെ ഒരു അവാർഡായിട്ട് കരുതുന്നില്ല. ഐ തിങ്ക് ഇറ്റ്സ് ദ ടീംസ് അവാർഡ്. പക്ഷേ വി ആർ ട്രൂലി ബ്ലെസ്ഡ് ബിക്കോസ് വി ആർ എൻ ഇൻഡിപെൻഡൻറ്റ് ടീം, അറിയാത്ത ഒരു പ്രൊഡക്ഷൻ കമ്പനി. ആൻഡ് അങ്ങനെ ഒരു അവാർഡ് കിട്ടുന്നത് ഐ തിങ്ക് ഷോസ് ഹൗ ദ ഇൻഡസ്ട്രി ഈസ് അക്സെപ്റ്റിംഗ്. വി ആർ ട്രൂലി ബ്ലെസ്ഡ്. അതായത് ഇപ്പോൾ ഇവിടെ മീഡിയ ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ട്, ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കിംഗ് ടീമിന് തരുന്ന സപ്പോർട്ട്, ഇപ്പോൾ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് തരുന്ന സപ്പോർട്ട്, ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, അമ്മ, നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്, ഇവരെല്ലാവരും തരുന്ന സപ്പോർട്ട്. വി ആർ ട്രൂലി ബ്ലെസ്ഡ്. എനിക്ക് തോന്നുന്നത് മലയാളികളായതുകൊണ്ടാണ് ആ ഒരു വികാരമാണ് നമ്മളെല്ലാവരും ഒന്നാക്കുന്നത് ബേസിക്കലി. രതീഷ്, പക്ഷേ കുറച്ച് ഡിസാർട്ടനിങ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ രതീഷിൻ്റെ യൂട്യൂബ് ചാനലിലാണ് ഇതിൻ്റെ ട്രെയിലർ ടീസറൊക്കെ റിലീസ് ചെയ്തത്. സി ഐ ഡോണ്ട് നോ വെദർ യു ലൈക്ക് ദിസ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ അല്ല ഞാൻ ചോദിച്ചത് കാരണം അങ്ങനെ ഒരു പേഴ്സണൽ യൂട്യൂബ് ചാനൽ നമ്മുടെ സിനിമ വിച്ച് ഇസ് എ ബഡ്ജറ്റ് ഓഫ് അറൗണ്ട് 10 crores അതിൻ്റെ ട്രെയിലർ ടീസർ റിലീസ് ചെയ്യുമ്പം ഡോണ്ട് യു ഫീൽ ലൈക്ക് ഒരു വിഷമം തോന്നുന്നില്ല? റിയാലിറ്റി റൈറ്റ്. ആ ഒരു സമയത്ത് എനിക്ക് പറഞ്ഞ വിഷമം തോന്നിയിരുന്നു. പക്ഷേ വിഷമം എന്ന് പറയുന്നൊരു സാധനം ഡസൻറ്റ് റിയലി ഡ്രൈവ് മീ. അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്നുള്ളതാണ് എന്നെ പേഴ്സണലി ഡ്രൈവ് ചെയ്യുന്നത്. ഇപ്പോൾ സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും. സോ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, നമ്മളെല്ലാ ലേബിൾസിനെയും അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവരുടെയൊക്കെ ആൻസർ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പുള്ള ആൻസർ എന്ന് പറയുന്നത്, ദേ ഓൾറെഡി നോ അബൌട്ട് ദ മൂവി. അവർക്ക് ചില പ്രിജുഡിസ് ഉണ്ട്. പാട്ട് എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. ഐ ഹാവ് ടു സ്പെൽ ഇറ്റ് ഔട്ട് ലൗഡ്. പാട്ട് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ലേബൽ എന്ന് പറയുന്ന അവർക്ക് പാട്ടായിരിക്കണം പ്രൈമറി എന്ന് പറയുന്നത്. പക്ഷെ പാട്ടിനെക്കാട്ടിലും കൂടുതൽ അത് കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പാക്റ്റ്, ഓൾറെഡി ഉള്ള ഫേസ് വാല്യൂവിനുള്ള വാല്യൂ, ഈ പറയുന്ന കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ടാണ്. ഇപ്പോൾ ചിത്രചേച്ചി പാടിയ കൺമണി എന്ന് പറയുന്ന സോങ്, ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ട്രൂലി ബ്ലെസ്ഡ് ടു ഹാവ് ചിത്രചേച്ചി സിംഗ് ഫോർ അവർ മൂവി. ഞാൻ ചിത്രചേച്ചിയുടെ അടുത്ത് സംസാരിച്ചു, ഇതിൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. പിന്നെ നമ്മുടെ സിനിമയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആളുകൾ പാട്ട് കേട്ടിട്ട് നിശ്ചയിക്കണം. കാരണം എനിക്ക് ആ ഒരു സംഭവത്തിന് സത്യം പറഞ്ഞാൽ എന്തിലും കൂടുതൽ എനിക്ക് കോൺഫിഡൻസ് ഉള്ളത് ഈ സിനിമയുടെ മ്യൂസിക്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലുമാണ്. ബിക്കോസ് ചെക്ക്മേറ്റ് ഇസ് എ മ്യൂസിക്കൽ.
അപ്പം അത്ര നന്നായിട്ട് ഇപ്പം നമ്മൾ ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്നുള്ള കുറേ കോൺസേർട്ട് പിയാനിസ്റ്റ്, അതുപോലെ ബൂഡാപെസ്റ്റിൽ നിന്നുള്ള ബ്രാസ് ആൻഡ് ഹോൺ സെക്ഷൻസ്, ചെന്നൈയിൽ നിന്നാണ് നമ്മൾ സ്ട്രിങ്സ് ഇത് ചെയ്തിരിക്കുന്നത്, നാഷ്വിൽ അമേരിക്കയിൽ ഉള്ള കുറേ ആർട്ടിസ്റ്റുകൾ. അപ്പം ട്രൂലി ഒരു ഗ്ലോബൽ കൊളാബറേഷനാണ് നമ്മളിത് ചെയ്തത്. അപ്പം ക്വാളിറ്റി എന്ന് പറയുന്നത് ദർ ഇസ് നോ ക്വസ്റ്റ്യൻ അബൌട്ട് ഇറ്റ്. ഐ നോ ദാറ്റ്. അതിനകത്ത് വേറെ ഒരു ക്വസ്റ്റ്യനും ഇല്ല. പറഞ്ഞ കുറേ ക്രിട്ടിക്സിനടുത്ത് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും നമുക്കൊരു അക്സെപ്റ്റൻസ് കിട്ടിയില്ല എന്ന് പറയുന്നത് അതൊരു റിയാലിറ്റിയാണ്. പക്ഷെ ആ റിയാലിറ്റി കാരണം പ്ലീസ് എന്തുകൊണ്ടാണ് ഡോണ്ട് ബി പ്രെജുഡിസ്ഡ്, എന്താണ് റീസൺ? അറ്റ്ലീസ്റ്റ് വാച്ച് ദ ഫിലിം ഓർ വാച്ച് സം ക്ലിപ്പിംഗ്സ് ആൻഡ് ദെൻ ടേക്ക് എ ഡിസിഷൻ എന്ന് പറഞ്ഞൊരു ചോദ്യം തിരിച്ചു ചോദിച്ചിട്ടില്ല. നമുക്ക് കിട്ടാറില്ല. അങ്ങനെ ഐ ഡോണ്ട് വാണ്ട് ടു സൗണ്ട് ആരഗന്റ്. ഞാനത് ചെയ്യാൻ കണ്ടിട്ട് ഒരു തീരുമാനം പറയുക. അവരെല്ലാവരും കേട്ടു. ദേ ഗേവ് എക്സ്ട്രീംലി ഗുഡ് ഒപ്പീനിയൻ. പിന്നെ ഓഫർ ചെയ്ത തുക എന്ന് പറയുന്ന ഒരു ആവറേജ് പാട്ടുണ്ടാക്കുക എന്ന് പറയും, ഒരു മിക്സ് മാസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നതിന് തന്നെ പ്രോപ്പറായിട്ട് മിക്സിങ് മാസ്റ്ററിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം മാസ്റ്ററിങ് നമ്മളിപ്പോൾ UK കൊടുത്ത് ചെയ്യുകയാണെന്ന്, ചെന്നൈ കൊടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാസ്റ്ററിങ്ങിന് വരും ഒരു 15,000 റുപ്പീസ്. പ്രോപ്പർ മിക്സിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 40,000 to 50,000 റുപ്പീസ് വരും. ഇപ്പം പിന്നെ അതിനകത്ത് നമ്മളിപ്പോൾ കൊളാബറേറ്റ് ചെയ്തിരിക്കും BK ഹരിനാരായണൻ, വിനായക് ശശികുമാർ, ഗോപാൾ, ധന്യ സുരേഷ് മേനോൻ, വേടൻ, യദുകൃഷ്ണ, ഇവരെല്ലാവരും ടോപ്പ് ഓഫ് ദ ടോപ്പ്. എന്നെ വിട്, ഐ ആം എൻ ഇൻഡിപെൻഡൻറ്റ് ഗൈ, റൈറ്റ്? ഇവരെല്ലാം ടോപ്പ് ഓഫ് ദ ടോപ്പ് ആയിട്ടുള്ള ആളുകളാണ്. പിന്നെ അതിനകത്ത് പാടിയിരിക്കുന്ന ചിത്ര ചേച്ചി, KS ഹരിശങ്കർ പാടിയിട്ടുണ്ട്, നിത്യാമാമൻ പാടിയിട്ടുണ്ട്, വേടൻ പാടിയിട്ടുണ്ട്. അപ്പം എല്ലാ ആസ്പെക്റ്റും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ടെക്നിക്കലി സ്പീക്കിംഗ്. സോ ഇഫ് യു വാണ്ട് ലുക്കിംഗ് അറ്റ് എ ചെക്ക് പോയിന്റ്, ഓൾ ദ ബോക്സസ് ആർ ചെക്ക്ഡ്. അപ്പം ഇവരെല്ലാവരും പാട്ട് കേട്ടു, വാവ്, പാട്ട് ഇസ് ഓൾ ഗുഡ്, ബട്ട് വി ക്യാൻ ഓഫർ യു എക്സ് എന്ന് പറയുന്ന ആ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു പീനട്സ് ആണ്. ഐ വുഡ് റാദർ അപ്ലോഡ് അറൗണ്ട് യൂട്യൂബ് ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ ഡിഡ്. ഓക്കെ, ഈ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വി ആർ കോൺസ്റ്റൻ്റ്ലി വിത്ത് ഇറ്റ്, റൈറ്റ്? ഇപ്പം ആളുകളുടെ കോമൻസ് ആയിക്കോട്ടെ, റിയാക്ഷൻസ് ആയിക്കോട്ടെ, വി ആർ കോൺസ്റ്റൻ്റ്ലി വിത്ത് ഇറ്റ്. ആൻഡ് ഡു യു ടേക്ക് ദാറ്റ് ഇൻ ടു കൺസിഡറേഷൻ? സത്യം പറഞ്ഞാൽ ഇപ്പോൾ സമയമില്ല. ഞാൻ ആക്ച്വലി വായിക്കും, എല്ലാം വായിക്കും. പക്ഷേ ഇപ്പോൾ ചെയ്യാനായിട്ട് എനിക്ക് പറഞ്ഞ പോലെ ഉറങ്ങാനായിട്ട് സമയമില്ല. ഇന്നലെ രാത്രിയാണെങ്കിൽ തന്നെ എന്താ പറയുന്നത് 2.5 മണിക്കൂറാണ് ഉറങ്ങിയത്. കാരണം ആവറേജ് ഒരു 2-3 ആഴ്ചയായിട്ട് ഉറക്കം എന്ന് പറയുന്നൊരു സംഭവം തന്നെ ഇല്ല. അപ്പോൾ അതിനിടയ്ക്ക് കമൻസും, പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻഡിപെൻഡൻറ്റ് ടീമാണ്. ഇപ്പം ഞാൻ ഇപ്പം ഇവിടെ രേഖയുണ്ട്, സുനിത്ത് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ എല്ലാ ജോലികളും ഞങ്ങൾ തന്നെ ചെയ്യേണ്ട ഒരവസ്ഥയിൽ ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് തൽക്കാലം സമയമില്ല. പിന്നെ ഐ ഓൾസോ ഹാവ് ടു മെൻഷൻ ബിലീവ് മ്യൂസിക്, ഒരു ഫ്രഞ്ച് കമ്പനി. അവരാണ്, ദേ ആർ ആക്ച്വലി ദ പേരൻറ്റ് കമ്പനി ഫോർ തിങ്ക് മ്യൂസിക്. ബിലീവ് മ്യൂസിക് ആണ് നമ്മുടെ അടുത്ത് കൊളാബറേറ്റ് ചെയ്തത്. കാരണം ബിലീവ് മ്യൂസിക് ഞാൻ അവരുടെ ചെന്നൈയിലുള്ള ആളെ കോൺടാക്ട് ചെയ്തപ്പോഴത്തേനും ഹി വാസ് ഓൾറെഡി ഇൻ. ഹി വാസ് ലൈക്ക്, ഓക്കെ, ഐ നോ അബൌട്ട് ദി സോങ്സ്, സൗണ്ട്സ് ഗ്രേറ്റ്, വി ക്യാൻ സൈൻ യു അപ്പ് ആസ് എൻ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റ്. അപ്പോൾ അവരുടെ പോർട്ടൽ വഴിയാണ് നമ്മളെല്ലാം ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല പ്ലേസ്മെൻറ്റ്സ് കിട്ടുന്നുണ്ട്. സ്പോട്ടിഫൈയിൽ പ്ലേസ്മെൻറ്റ്സ് കിട്ടുന്നുണ്ട്, ആപ്പിൾ മ്യൂസിക്കിലുണ്ട്, യൂട്യൂബ് മ്യൂസിക്കിലുണ്ട്, എല്ലായിടത്തും പ്ലേസ്മെൻറ്റ്സ് കിട്ടുന്നുണ്ട്, പാട്ടുകൾക്ക് ട്രാക്ഷൻ കിട്ടുന്നുണ്ട്. ആൻഡ് ഐ ആം ആക്ച്വലി സീയിങ് സം റവന്യൂ കമ്മിങ് ഇൻ ഓൾസോ. ഓക്കെ, ഇപ്പം ഒരു മലയാള സിനിമയെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും ബേസിക്കലി നിന്ന് സംസാരിക്കുകയാണ്. ഇപ്പോൾ ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ട്രെയിലർ റിലീസ് ആകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നതിൽ മെജോറിറ്റിയും ഇംഗ്ലീഷ് ഡയലോഗ്സ് ആണ്. ആൻഡ് ബേസിക്കലി സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയയിലായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സിനിമയിലും ഏകദേശം വരാൻ പോകുന്ന ഒരു 60% ഇംഗ്ലീഷ് ഡയലോഗ്സ് ആയിരിക്കുമോ? ഐ വുഡ് സേ 30%. ഓക്കെ, 30%. അപ്പോൾ ട്രെയിലറിൽ നമ്മൾ കാണുന്നത് ഒരു മോസ്റ്റ്ലി ഇംഗ്ലീഷാണ്. ഈ നമ്മൾ ഈ സാധാരണ ജനങ്ങളിലേക്ക് നമ്മൾ ഈ സിനിമ പ്ലേസ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഈ ഹോളിവുഡ് മറ്റൊരു മോളിവുഡ് വെഞ്ചർ എങ്ങനെയാണ് ട്രെയിലറിൽ വരുന്നത്, സാധാരണ ജനങ്ങളിലേക്ക് പ്ലേസ് ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാകും, അല്ലെങ്കിൽ അവർ സെറ്റപ്പ് പ്രശ്നമാകും എന്നുള്ളൊരു തോട്ട്സ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ഉണ്ടായിട്ടുണ്ടോ സ്റ്റെപ്പ് വർക്കിൽ സമയത്ത്? കേരളമായതുകൊണ്ട് 100% ഇല്ല. കാരണം നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ മലയാളികളാണ്, ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ, മലയാളികളാണ് ഏത് രാജ്യത്ത് ചെന്നാലും അല്ലെങ്കിൽ ഏതൊരു രാജ്യക്കാരനെ ചെന്നാലും അവരുടെ ലാംഗ്വേജാണ് സംസാരിക്കുന്നത്. നമ്മളൊരു ഹിന്ദിക്കാരനെ കണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഹിന്ദി അറിയത്തുള്ളെങ്കിൽ നമ്മൾ അവർ ഹിന്ദിയിൽ ആൻസർ ചെയ്യും. അപ്പോൾ തമിഴ്നാട്ടിൽ അതല്ല, നമ്മൾ തമിഴ്നാട്ടിൽ ചെന്ന് നമുക്ക് തമിഴ് അറിയാമെങ്കിലും അല്ല മലയാളം തമിഴ് അറിയില്ലെങ്കിലും നമ്മൾ തമിഴിലെ ആൻസർ ചെയ്യത്തുള്ളൂ. കാര്യം അവരെ കംഫർട്ടബിൾ ആക്കുന്നതാണ്. മലയാളികൾക്ക് അതുപോലത്തെ എക്സ്പോഷർ ഉണ്ട്. ആൻഡ് വി ആർ എഡ്യൂക്കേറ്റഡ്. കം ഓൺ, ഇഫ് യു ലുക്ക് അറ്റ് ദ ഹോൾ വേൾഡ്, നമ്മുടെ കേരളത്തിലുള്ളത്രയും എഡ്യൂക്കേഷൻ വേറെ ഒരു സ്ഥലത്തും ഇല്ല എന്നുള്ളൊരു പോയിന്റില്ല. പിന്നെ മലയാളികൾ എല്ലാ ടൈപ്പ് സിനിമകളും കാണുന്ന ആളുകളാണ്. പിന്നെ വേറെ മെയിനായിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റഡി നടത്തി. ആക്ച്വലി ഇതിനൊരു കറക്റ്റായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രൊഡ്യൂസേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇതേ ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്ത് വന്നു, വൈ ആർ യു മേക്കിംഗ് എ മൂവി ഇൻ അമേരിക്ക ആൻഡ് ട്രൈങ് ടു സെൽ ഇറ്റ് ഇൻ കേരള? അപ്പോൾ അതിന് ഓപ്പൺഹൈമർ അല്ലെങ്കിൽ ഒരു ഇൻഡർസ്റ്റെല്ലാർ അല്ലെങ്കിൽ ഒരു സ്പൈഡർമാൻ, ഇപ്പം ഡെഡ്പൂൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഇതെല്ലാം ഹൗസ്ഫുള്ളായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ സിനിമകൾ കാണുന്ന പ്രേക്ഷകർ ഇവിടെ ഉണ്ട്. അതിനകത്ത് ഞാൻ തിരിച്ചു വയ്ക്കുന്നത് തന്നെ നമ്മൾ മലയാളി ആർട്ടിസ്റ്റുകൾ നമ്മൾ അതിനകത്ത് പ്ലേസ് ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞ ഇപ്പം മലയാള സിനിമയിൽ തന്നെ ഇതിന് മുമ്പ് മറ്റ് രാജ്യങ്ങളിൽ പോയി റിലീസ് ചെയ്ത സിനിമകളുടെ ഒക്കെ ഒരു ആവറേജ് കണക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ലെസ്
നമ്മൾ എടുത്തു നോക്കിയാൽ മതി, ഞാൻ സിനിമകൾ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ അത് വരുന്നത് കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചത് ബേസിക്കലി. മനസ്സിലായി? ഒരു സിനിമയുടെ സിനിമ ഒരു കമ്മോഡിറ്റിയാണ്, ഞാനത് റിയലൈസ് ചെയ്യുന്നു. ഒരു സിനിമയുടെ ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് അതിലും ഉപരി ഞാനിതിൻ്റെ ഒരു ആർട്ട് സൈഡിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇപ്പം മലയാളത്തിൽ ഇപ്പോൾ എനിക്ക് ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേരളത്തിൽ വന്ന് സിനിമകൾ ചെയ്യാനായിട്ട്. ഇപ്പം നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ വിനോദ് മംഗലത്ത് എപ്പോഴും എന്നെ അഡ്വൈസ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നീ ഇവിടെ വന്നിട്ട് ഒരു സിനിമ ചെയ്യാദ്യം, എന്നിട്ട് കുറച്ച് പേരുണ്ടാക്കുക, അതിനുശേഷം വേറെ ഇപ്പോൾ ചന്ദ്രനിൽ പോയി സിനിമ എടുത്താലും ആളുകൾ കാണും ഫോളോ ചെയ്യാനായിട്ട്. ആദ്യമേ അമേരിക്കയിൽ ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്ന ഒരു ആശയത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അമേരിക്കയിലുള്ള ആൾക്കാരാണ്. ഇതിന് നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയിൽ ഒരു മലയാളി മൂവി ഫ്രട്ടേണിറ്റി, അതിപ്പോൾ തമിഴന്മാർക്കുണ്ട്, തെലുങ്കന്മാർക്കുണ്ട്, ഹിന്ദിക്കാർക്കുണ്ട്, ഈവൻ ബംഗാളീസിന് പോലും ഉണ്ട്. അത് മലയാളികൾക്കില്ല, അതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ റീച്ച് ഫോർ ദ സ്റ്റാർസ് എന്നൊക്കെ ഇതൊക്കെ വെറുതെ പറയാം എന്നുള്ളത് മാത്രമേ ഞങ്ങളുടെ ഒരു വിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണത്. അത് വർക്കൗട്ട് ആയാൽ വർക്കൗട്ടായി, വർക്കൗട്ട് ആയില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റു ജോലിയുണ്ട്. രതീഷ് എന്താണ് വന്ന് പറഞ്ഞത്? ആദ്യം സ്റ്റോറി ലൈനാണോ അതോ കഥ കംപ്ലീറ്റ് ആയിട്ട് നറേറ്റ് ചെയ്യണോ? ഇത് കഥ ഫുൾ നറേറ്റ് ചെയ്തു. ആൻഡ് ഇത് തുടങ്ങിയപ്പോൾ ഇതൊരു ആന്തോളജി സീരീസ് ആയിട്ടാണ് തുടങ്ങിയത്. ഒരു ആന്തോളജി സംഭവമായിട്ടാണ് നമ്മളിത് തുടങ്ങിയത്. കോവിഡിന് മുമ്പ് എത്ര സ്റ്റോറി ആയിട്ട് മാറ്റി? ടോട്ടൽ 5 സ്റ്റോറീസ്. കോവിഡിന് മുമ്പ് ഞങ്ങളൊരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അത് നമ്മളതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വന്ന സമയത്താണ് കോവിഡ് ഹിറ്റ് ചെയ്ത് ഒബ്വിയസ്ലി ദ ഹോൾ പ്രയോറിറ്റി എല്ലാം ആളുകളുടെ മാറി. അപ്പോൾ അത് വലിയൊരു മഹാമാരി വന്ന ഒരു ദുരന്തം വന്ന സമയത്ത്, റൈറ്റ്? അപ്പോൾ അവിടെ നിന്ന് ആ ഒരു പ്രോജക്റ്റ് പുൾ ഓഫ് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരുന്നു. അങ്ങനെ ഞാനൊരു ആന്തോളജി സീരീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. എൻ്റെ ചീഫ് അസോസിയേറ്റ് പ്രൊഡ്യൂസർ ബാലയായിട്ട് ഡിസ്കസ് ചെയ്ത് ഈ ആന്തോളജി സീരീസിൽ വന്ന അതുകൊണ്ടാണ് ഇപ്പോൾ ചെക്ക്മേറ്റ് സിനിമ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു സീക്വൻസ്, ലാൽ സാറിൻ്റെ സീക്വൻസ് വെച്ചിട്ടാണ് സിനിമ തുടങ്ങുന്നത്. ഇമീഡിയറ്റ്ലി നമ്മൾ കട്ട് ചെയ്ത് അനുവേട്ടൻ്റെ സീക്വൻസിൽ പോകുമ്പോൾ യു ഗോണ സീ ദിസ് ഡ്രാസ്റ്റിക് ഡിഫറൻസ്. കാരണം ഒരെണ്ണം ഒരു കംപ്ലീറ്റ്ലി ഒരു ന്യൂയോർക്ക് ഡൗൺ ടൗണിൻ്റെ ഒരു തഗ് സെറ്റപ്പ്, ഗ്രഫിറ്റീസ് ആൻഡ് വാട്സ്ആപ്പ് ബ്രോ എന്നൊക്കെ പറയുന്നത് ആളുകളിൽ നിന്നും നമ്മൾ പോകുന്നത് ഒരു അഫ്ലുവൻ്റ് അമേരിക്കയുടെ, ഒരു കോർപ്പറേറ്റ് അമേരിക്കയുടെ ഒരു ഇതിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി മറ്റൊരു സെക്ഷൻ ഓഫ് അമേരിക്ക, ഒരു സാധാരണക്കാരൻ, ഒരു ഭാര്യ നഷ്ടപ്പെട്ട ഒരു സാധാരണക്കാരൻ്റെ കഥ. അപ്പം ഈ ഒരു 3 കഥകൾ ഈസ് കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡ് ഫ്രം ഈച്ച് അതർ. പക്ഷേ അതിനെ കണക്ട് ചെയ്യുന്ന ഇതാണ് ചെക്ക്മേറ്റിൻ്റെ സെക്കൻഡ് ഹാഫ്. അതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് ഇസ് എ ക്വസ്റ്റ്യൻ ആൻഡ് സെക്കൻഡ് ഹാഫ് ഇസ് ഗോയിങ് ടു ബി ദി ആൻസർ. ഓക്കെ. സോ ഈ ആന്തോളജി എന്ന രീതിയിലേക്ക് കഥ പറയാൻ വന്നു. യു വെർ ഓക്കെ വിത്ത് ഇറ്റ്? അതെങ്ങനെയായിരുന്നു? Yes, because then it was very interesting, and the thread was still common item, and then we just kept improving on it. So Ratish used to have these sessions where constantly we are discussing the story. Appo angane develop edana Checkmate was born. Appo pakshe right from the start the storyline and the thread was extremely interesting. Pinne ende specific character, like I told you, it was a dream come true. So I don't believe I can ever get a character like this ini. പക്ഷേ അപ്പം എനിക്കൊരു നോ ബ്രെയിൻ അല്ല. അപ്പം സോ ഓബ്വിയസ്ലി അങ്ങനെ വരുമ്പോഴേക്കും എവർ ഗെറ്റ് എ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ചാലഞ്ചസ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവുമല്ലോ. വാട്ട് വാസ് ഇറ്റ് ലൈക്ക് മെയിൻലി? ചാലഞ്ചസ്, സി ഫസ്റ്റ് ഓഫ് ഓൾ മൂവി ഈസ് ന്യൂ, റൈറ്റ്? അപ്പം ഞാൻ മുമ്പും പറഞ്ഞിട്ട് ലൈക്ക് വെൻ ഐ യൂസ് ടു വാച്ച് മൂവീസ് ഐ യൂസ് ടു തിങ്ക് ആക്ടേഴ്സിൻ്റെ ജീവിതം ഭയങ്കര ഈസിയാണ്. മേക്കപ്പ് ഇടുക, ക്യാമറ റൂമിൽ, ദർ ഗ്ലാമർ, ഫെയിം, and you just have to say a few dialogues. പക്ഷേ ഇതൊരു ഭയങ്കര റിയാലിറ്റി ചെക്കായിപ്പോയി ബിക്കോസ് our emotions with the dialogues, and especially dialogues when it's not your words, വേറൊരാളുടെ അക്ഷരങ്ങൾ നമ്മൾ പറയാൻ നോക്കുമ്പോൾ it is a little tougher than I thought. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പ്രിപ്പറേഷൻ വേണ്ടി വന്നു. ഐ മീൻ എസ്പെഷ്യലി ചില ഡയലോഗ്സ് എല്ലാം പഠിക്കാൻ ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടു. പക്ഷേ പ്രിപ്പയർഡ് ആയിട്ട് ഇരുന്നുകൊണ്ട് ഇറ്റ് വാസ് ഗുഡ്. സോ ദാറ്റ് വാസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ചസ്. പിന്നെ ക്യാമറ, ഐ വാസ് ഓൾവേസ് കംഫർട്ടബിൾ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ, അപ്പോൾ ദാറ്റ് വാസ് എ കൺസേൺ. ബട്ട് ഡയലോഗ്സ്, എസ്പെഷ്യലി സം ഓഫ് ദ ഡയലോഗ്സ് ഭയങ്കര സ്ട്രോങ് മലയാളം വേർഡ്സ് ഇല്ലാണ്. എൻ്റെ മലയാളം ഇസ് നോട്ട് ദാറ്റ് സ്ട്രോങ്, കുറച്ചുകൂടെ കൊളോക്കിയൽ മലയാളമാണ്. അപ്പോൾ അത് കുറച്ച് കഷ്ടപ്പെട്ടു. പക്ഷേ ഐ തിങ്ക് ഐ ലേൺ ഓവർ ടൈം. ഓക്കെ. രതീഷ്, കമ്മിങ് ബാക്ക്, ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നത് തന്നെ ഇപ്പം നമ്മുടെ കേരളത്തിലെ ഒരു വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞിട്ടാണ്. അപ്പം ഈ ഒരു 9th തന്നെ വേറെ 2 സിനിമകൾ വരുന്നുണ്ട്. 8th ചെക്ക്മേറ്റ് റിലീസാവുന്നത്. സോ ഈ ഒരു ടൈമിംഗ് എന്താണ് തോന്നുന്നത്? ലൈക്ക് ഡസ് ഇറ്റ് ടെൻസ് യു ഓർ ആർ യു ഓക്കെ വിത്ത് ഇറ്റ്? എങ്ങനെയാണ്, എന്താ ആ ഒരു ഡേറ്റിൻ്റെ ഫീലിംഗ് എന്താണ്? തീർച്ചയായും ആദ്യം തന്നെ അഡ്രസ്സ് ചെയ്യേണ്ടത് വയനാട് ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ചു, ആളുകൾ ക്യാമ്പിലാണ്, അങ്ങനത്തെ ഒരു
എന്താ പറയുന്നൊരു വളരെ ബുദ്ധിമുട്ട്, ഐ വുഡ് സേ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് ഇപ്പോൾ സംഭവിച്ചിട്ടിരിക്കുകയാണ്. ഹാവിങ് സെഡ് ദാറ്റ് നമുക്കെല്ലാം വി ഓൾ ഹാവ് ടു മൂവ് ഓൺ അറ്റ് സം പോയിന്റ് അല്ലേ. അപ്പോൾ ഞങ്ങൾ ഈ സിനിമയ്ക്ക് അപ്പോൾ നമ്മൾ ആക്ച്വലി ഞാനല്ല, എൻ്റെ ഐഡിയ അല്ലായിരുന്നു, നമ്മുടെ ടീമിലുള്ള കുറച്ച് ആളുകൾ കൂടി ഒരു സൂം കോൾ വെച്ചിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ നമ്മൾ ഈ മെട്രോ പില്ലേഴ്സ് പിന്നെ 8x8 ഹോർഡിങ്സ് ഇതൊന്നും ആക്ച്വലി ചെക്ക്മേറ്റിന് കാണില്ല. അപ്പോൾ നമ്മളെല്ലാവരും ലൈക്ക് സെഡ് റൈറ്റ്, എൻ്റെ ഐഡിയ അല്ല, നമ്മളെല്ലാവരും തീരുമാനിച്ചത് അതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഫണ്ട്സ് അവസാനത്തെ 10 ദിവസമാണല്ലോ മെയിനായിട്ട് അത് ചെയ്യുന്നത്. അത് നമ്മൾ വയനാട്ടിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. വലിയ തുകയൊന്നുമല്ല, പക്ഷേ ഒരു തുക നമ്മൾ കൊടുക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ റിയാലിറ്റിയാണ്. നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് ടീം ആകുമ്പോൾ നമുക്ക് ഒത്തിരി പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അവരായിട്ട് നമുക്ക് സത്യം പോലെ പറയുകയാണ്, കോൺട്രാക്ട്സും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ ഇനി അമെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു അത് നടക്കുന്ന കാര്യമല്ലത്. അപ്പം അതുകൊണ്ട് നമ്മൾ ലൈഫ് ഹാസ് ടു മൂവ് ഓൺ. ഇപ്പം ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവർക്കും ജോലിയുണ്ട്. ഈ ഒരു ഇത് നടക്കുന്ന സമയത്തും നിങ്ങളുടെ ഇവിടെ ഈ ഓഫീസ് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, ബിക്കോസ് ലൈഫ് ഹാസ് ടു മൂവ് ഓൺ അല്ലേ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഓഫീസിൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കർമ്മമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ ഒരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് പറയും. ഇപ്പം നമ്മൾ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മീഡിയയാണ്, ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. പക്ഷേ നിങ്ങളുടെയും ജോലിയാണ്, പക്ഷേ ആളുകൾ കാണുന്ന പെർസ്പെക്റ്റീവ് ഇസ് എൻ്റർടൈൻമെൻറ്റ്. ഇത് എൻ്റർടൈൻമെൻറ്റ് ആണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം. ദേ ഡോണ്ട് മൈൻഡ് വെദർ ഇറ്റ്സ് യുവർ ജോബ് ഓർ നോട്ട്. പക്ഷേ ഒരു റീല് പോലും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പോലും അതിൻ്റെ കോമൻറ്റ് സെക്ഷനിൽ വലിയ രീതിയിൽ ആളുകൾ ഇടപെടാറുണ്ട്. ഈ ഒരു സമയത്ത് വേണമോ, ഈ ഒരു ഐ എം ടോക്കിംഗ് അബൌട്ട് 1 minute റീൽ, അതുപോലും ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇപ്പം ഈ ഹോർഡിങ്സ് ഒന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. പ്രൊമോഷൻസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ബിഫോർ എ ഫിലിം എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആളുകൾ അവെയർ ആവണ്ടേ ഈ ഒരു പ്രോസസ്സിൽ, അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ ജസ്റ്റ് വിത്ത് സം ഇൻ്റർവ്യൂസ് ഡു യു തിങ്ക് ഇറ്റ് വിൽ ക്രാക്ക് ഇറ്റ് ഔട്ട് എന്നൊരു ചോദ്യമാണ്. നമ്മൾ വി ആർ പുഷ് ടു എ കോർണർ, അത് തന്നെയാണ് അതിൻ്റെ സത്യം. നമ്മൾ വി ആർ പുഷ് ടു എ കോർണർ. കാരണം ഇങ്ങനെ സിനിമ റിലീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇനി ഒരു സ്ലോട്ട് കിട്ടുക, ഇപ്പം എനിക്കിപ്പോൾ തിരിച്ച് പോകണം, എനിക്ക് പോയിട്ട് ജോലിയിൽ എനിക്ക് കയറണം. അപ്പോൾ അതാണ് എൻ്റെ സത്യം. അത് സത്യം പോലെ പറയുന്നതേ ഉള്ളൂ. നമുക്കത് ഇറക്കിയേ പറ്റൂ. കാരണം പറഞ്ഞ പോലെ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, എല്ലാവരുടെ അടുത്തും കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പം ഇവിടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, നമ്മുടെ ആളുകളുണ്ട്. അതുകൊണ്ട് സിനിമ മാറ്റി വെക്കാനായിട്ട് നമ്മൾ 100% നമ്മൾ അതിനെക്കുറിച്ച് ഒത്തിരി ചർച്ച ചെയ്ത് കഴിയുമ്പോഴത്തേനും വേറെ സ്ലോട്ടുകൾ അവൈലബിൾ അല്ല. കാരണം എൻ്റെ ഡിസിഷൻ അല്ല. ഇപ്പം സിനിമയെക്കുറിച്ച് അറിയാവുന്ന ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും കാര്യങ്ങളും ഇവിടുത്തെ തിയേറ്റേഴ്സും അതുപോലുള്ള ആളുകളുടെ ഒക്കെ അടുത്ത് സംസാരിച്ചതിന് ശേഷം എല്ലാവരും യുനാനിമസ്ലി പറഞ്ഞാണ്. പിന്നെ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പം 8-ാം തീയതി 9-ാം തീയതി അത്രയും കുറേ സിനിമകൾ വരുന്നുണ്ട്, 15-ാം തീയതി സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആഴ്ചയുടെ ഡിഫറൻസ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തു. നമ്മൾ പിന്നെ അനുവേട്ടനും ലാൽ സാറുമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അവരെല്ലാം പറഞ്ഞത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യുക, അത് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക, പിന്നെ ജനങ്ങളത് അക്സെപ്റ്റ് ചെയ്തോളും. ബിക്കോസ് പീപ്പിൾ ഹാവ് ടു മൂവ് ഓൺ ഇൻ ലൈഫ്. നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഒരു ബിഗ് ഡിഫറൻസ് ഇസ് ദാറ്റ് ഇറ്റ്സ് നോട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രൊഡ്യൂസർ. നമുക്ക് ഒരു ക്രൗഡ് ഫണ്ടിങ് മോഡലാണ്. എല്ലാവരും നമ്മൾ വിശ്വസിച്ച് കുറച്ച് പൈസയായിട്ട് ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അപ്പോൾ അവരോട് വി ഹാവ് എൻ ഓബ്ലിഗേഷൻ. ബിക്കോസ് എല്ലാവരും ഇങ്ങനെ ഒരു സിനിമ ഫീലിലുള്ള ആൾക്കാർ പോലും അല്ല, ജസ്റ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഹാർഡ് വർക്കും ഇതെല്ലാം കണ്ടിട്ട് ഇത് ചെയ്യാൻ വന്നു. അപ്പോൾ അവരോടുള്ള ഓബ്ലിഗേഷൻ കാരണം വി ഹാവ് ടു ഡു വാട്ട്സ് റൈറ്റ് ഫോർ ദെം എസ് വെൽ. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റും ഉണ്ട്. ഞാൻ ആദ്യം ഇത് തീർത്തിട്ട് സിനിമയിലേക്ക് വരാം, അതുകൊണ്ടാണ് ഞാൻ ഈ കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കി. കമ്മിങ് ബാക്ക് ടു ചെക്ക്മേറ്റ്, നമ്മൾ ഈ ചെസ്സ് ഈ കരിക്കളൊക്കെ വെച്ച് കാണുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഒരു ത്രില്ലർ, സസ്പെൻസ് ഈ മൈൻഡ് തന്നെ. ഇപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ എന്നൊരു സിനിമ വന്നതിന് ശേഷം ആ സമയത്തും നമ്മൾ ഇത് കുറിച്ച് സംസാരിച്ചിരുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ ആ ഒരു ചെസ്സ് കാണുമ്പോഴേക്കും ഗ്രാൻഡ് മാസ്റ്ററിലോട്ട് കണക്റ്റ് ആവുന്നതാണ്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് നിങ്ങളങ്ങനെ പ്ലേസ് ചെയ്തുകൊണ്ടല്ല, നമ്മൾ അത് കാണുമ്പോഴേക്കും അത് പോകും. ഇതൊരു സസ്പെൻസ് ത്രില്ലറാണോ, ഇതൊരു ത്രില്ലറാണോ, ഇതൊരു ഫാൻറ്റസി ത്രില്ലറാണോ, ഔട്ട് ഓഫ് ദ വേൾഡ് ത്രില്ലറാണോ, എന്താണ് ഇതിൻ്റെ? ഐ വുഡ് സേ ദിസ് ഇസ് എ നോൺ ലീനിയർ ത്രില്ലർ. ഒരു ത്രില്ലർ. Does it have a suspense element? Yes, absolutely. There is a huge suspense elements. In fact, സസ്പെൻസിനെക്കാളും കൂടുതൽ നമ്മൾ ഈ ട്വിസ്റ്റ് എന്നൊക്കെ പറയുന്നത് സലീം കുമാർ ഒരു ട്വിസ്റ്റുകൾ, ഒരു 4 ട്വിസ്റ്റുകളും ഒരു 2 ഹുക്കും പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. സോ വാട്ട് ദാറ്റ് റിയലി മീൻസ് ഇസ് ഒരു ഹുക്ക് എന്ന് പറയുന്ന ഒരു സംഭവം. ഇപ്പം ഈ സിനിമയുടെ ആദ്യത്തെ 10 മിനിറ്റിൽ നമ്മളൊരു ഹുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഐ കാൺ സേ വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ ആ ഹുക്ക് എന്ന് പറയുന്നത് അത് ആളുകളെ ഡ്രൈവ് ചെയ്യിപ്പിച്ചിട്ട് ഓക്കെ ആരെയാണ് അത് ചെയ്തത്, ആർക്കാണ് അത് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ. അപ്പോൾ അത് ആളുകൾക്ക് ഒരു ഹുക്കായിട്ട് മനസ്സിൽ കിടക്കും. ആൻഡ് ദെൻ ടുവേർഡ്സ് 30% ഓഫ് ദ മൂവി നമ്മൾ ആ ഹുക്കിന് ഒരു ചെറിയ ആൻസർ കൊടുക്കും. അതിന് അവസാനം ആ ഹുക്ക് ഒരു ട്വിസ്റ്റായി മാറുന്നു. ആ ഒരു രീതിയിലാണ് ഇത് പ്ലേസ് ചെയ്തത്. വിച്ച് ഇസ് വൈ ഇറ്റ്സ് എ സ്ട്രാറ്റജിക് ഗെയിം. നമ്മളൊരു 1+1=2 എന്നുള്ളൊരു ഇക്വേഷനിലല്ല ഈ സിനിമ ചെയ്തിരിക്കുന്നത്. വിച്ച് ഇസ് വൈ മലയാളി ഓഡിയൻസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാനതങ്ങനെ അങ്ങനെ കൺസീവ് ചെയ്ത്. ഇപ്പം പൾപ്പ് ഫിക്ഷൻ, ഐ എം drawn towards that movie, that whole non-linear narrative. അപ്പോൾ തമിഴിലൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്, പക്ഷേ മലയാളത്തിൽ അതത്ര വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പണ്ട് യവനിക എന്നൊക്കെ പറയുന്ന സിനിമകളുണ്ട്. അത് അന്ത കാലത്ത് they were able to do it.
അതുപോലത്തെ ഒരു 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 കംപ്ലീറ്റ്ലി നോൺ ലീനിയർ സിനിമയാണ്. ആദ്യത്തെ ഒരു ഹാഫിൽ ആളുകൾ വിചാരിക്കും ഇതെന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ അവസാനം അവർക്ക് കിട്ടുന്ന ഒരു 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 ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഇല്ലേ, വെൻ ഓൾ ദ ഡോട്ട്സ് കണക്ട്, അതായിരിക്കും ഈ സിനിമയുടെ ഒരു യൂണിക് സെല്ലിംഗ് പോയിന്റ്, ഒരു USP. ഇപ്പം 21 grams എന്ന സിനിമ, അനുപേട്ടൻ്റെ മുന്നത്തെ ത്രില്ലർ സിനിമ, ഞാൻ എൻ്റെ സംവിധായകൻ ബിബിനോട് സംസാരിച്ചിരുന്ന സമയത്ത് he was so strong with his content. അപ്പം ഞാൻ ചോദിച്ചു ലൈക്ക് അനൂപ് മേനോനെ വെച്ചൊരു പുൾ ഓഫ് ലൈക്ക് ഒരു സ്റ്റാർ മെറ്റീരിയലാണെന്ന് ചോദിച്ചാലാണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല, അങ്ങനെ ഒരു രീതിയിൽ നിൽക്കുക പുള്ളി. ആ ഒരു ഫസ്റ്റ് ഡേ കളക്ഷൻ ഭയപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഫസ്റ്റ് ഡേ കളക്ഷൻ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, പക്ഷെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ കുറച്ച് പേര് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു മൗത്ത് പബ്ലിസിറ്റിയിൽ ഈ കോണ്ടന്റിനെ വെച്ച് സംസാരിക്കുമെന്ന് പറഞ്ഞു. അതിന് ഡിഡ് റൈറ്റ്, കാരണം ആ സിനിമ വലിയ രീതിയിൽ ആ സിനിമ ഓടുകയും ചെയ്തു. അനൂപിനെ കുറിച്ച് ഹി വാസ് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് വിത്ത് ഇറ്റ് ആസ് വെൽ. ഇതിൻ്റെ USP നിങ്ങൾ എന്താണ് പറയുന്നത്? ഇസ് ഇറ്റ് ദ സ്റ്റോറി, ഇസ് ഇറ്റ് ദ കാസ്റ്റിംഗ്, ഓർ എന്താണ്? ഞാൻ എനിക്ക് പറയാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു ഹീറോയിൻ, റൈറ്റ്, ഒരു പ്രൊട്ടാഗണിസ്റ്റ് അൺടാഗണിസ്റ്റ്, ഇതിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റാണ് ചെക്ക്മേറ്റ്. ഇതിനകത്തൊരു സെൻട്രൽ കഥാപാത്രം അല്ലെന്നുണ്ടെങ്കിൽ ഒരാളെ, ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക്മേറ്റ് ഇസ് എ ഫീമെയിൽ ഓറിയൻറ്റഡ് മൂവി. ഒരു ഫീമെയിൽ ലീഡ്സ് ആയിട്ട് വന്നിരിക്കുന്നത്, അത് അനുപേട്ടനും ലാൽ സാറും ഒക്കെ എന്താ പറയുക, അവരെല്ലാം അവെയർ ആയിട്ട് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് വന്ന് ചെക്ക്മേറ്റ്, അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇറ്റ്സ് എ ഫീമെയിൽ ഓറിയൻറ്റഡ് മൂവി, റൈറ്റ്. ഇറ്റ്സ് എ ഫീമെയിൽ ലീഡ്സ് ആണ്, വെരി സ്ട്രോങ് മെയിൽ ക്യാരക്ടേഴ്സ്. അപ്പം ഫീമെയിൽ മെയിൽ അന്റാഗണിസ്റ്റ് പ്രൊട്ടാഗണിസ്റ്റ് ഹീറോയിൻ എന്ന് പറയുന്ന ഒരു മോഡൽ നിന്ന് മാറ്റി ചിന്തിച്ച ഒരു സിനിമയാണ് ചെക്ക്മേറ്റ്, വിച്ച് ഇസ് ഓൾസോ പാർട്ട് ഓഫ് ദ റീസൺ ഇതിൻ്റെ ഒരു ROI, ഹേ വൈ ആർ യു ഗോയിങ് എഗെയിൻസ്റ്റ് ദ കറണ്ട് എന്നുള്ള ചോദ്യങ്ങൾ എനിക്ക് പലവട്ടം കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇനി ഒരു സിനിമ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, ഇനിയൊരു സിനിമ എടുക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആദ്യം എടുക്കുന്ന സിനിമ when I'm 60 years old, when I look back, ചെക്ക്മേറ്റിനെ ആലോചിച്ച് ഞാൻ എന്നും അഭിമാനം കൊള്ളത്തുള്ളൂ. ഓക്കെ, വാട്ട് ആർ യുവർ എക്സ്പെക്ടേഷൻസ്? ലൈക്ക് ഈ സിനിമ ഇപ്പം രതീഷിന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും 10 year long ആണ് രതീഷിന് ആ ഒരു കണക്ഷൻ ഉണ്ടാവും. വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ ലൈക്ക് ആസ് എ? See, ഞാൻ ഫസ്റ്റ് ടൈം when I heard the script, right, എനിക്ക് what drew me towards it, of course my character is there, but it's a story, because unlike every other cookie cutter type movies, it is very different. അപ്പോൾ ഇത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലെന്ന് we don't know yet, പക്ഷേ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഇറ്റ് ഈസ് ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ മലയാളി ഇമോഷൻസ് ആയിട്ട് ഉണ്ടാക്കിയൊരു സിനിമയാണ്. സോ ഫോർ മീ ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് തിങ്. അപ്പോൾ എൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഐ എം ഹോപ്പിംഗ് പീപ്പിൾ കം വിത്ത് എൻ ഓപ്പൺ മൈൻഡ്. ഒരു അമേരിക്കൻ ജാഡ എന്നൊരു സാധനം അല്ലാണ്ട് മലയാളം അയ്യോ ഒട്ടുമില്ല. സിനിമയ്ക്ക് ആ ഒരു അതാണ് നമ്മുടെ പേടിയും. ബിക്കോസ് നമ്മൾ ആസ് മച്ച് ആസ് നമ്മൾ സാഹചര്യം കാരണം നമ്മൾ അമേരിക്കയിൽ എത്തിപ്പെട്ട ആൾക്കാരാണ്, പക്ഷെ നമ്മുടെ മനസ്സ് മുഴുവൻ ഇവിടെയാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ മലയാളം സിനിമ ചെയ്ത് തന്നെ. അപ്പോൾ ആ ഒരു ഇമോഷൻ വെച്ച് നമ്മൾ ഇത് ചെയ്തിട്ട് വി ആർ ഹോപ്പിംഗ് പീപ്പിൾ ഹാവ് എൻ ഓപ്പൺ മൈൻഡ്, കാണുക. എന്നിട്ട് ഐ ഫീൽ പീപ്പിൾ വിൽ ലൈക്ക് ഇറ്റ്, എസ്പെഷ്യലി ഈയിടെ മലയാളം ഇൻഡസ്ട്രി ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, Gagnachari, and also like all kinds of movies that are becoming hits, right? It's not specifically for bhayangara superstars ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ big production houses, all Romancham, perfect example, right? So different types of movies are being accepted by the audience just because it's a good movie. അപ്പോൾ എൻ്റെ hope and expectation is that we'll be accepted that way, especially because I think the Malayali audience is very intelligent. They like new things, they like to think, they like to kind of rethink of what the director was trying to say. അപ്പോൾ എനിക്കൊന്ന് കുറച്ച് a lot of intelligence goes into it versus ഒരു no brainer മസാല മൂവി കാണുന്ന ഒരു, അതുകൊണ്ട് my expectations are pretty high, പക്ഷേ time will tell. ഓൺ ദ പോയിന്റ്. ഇപ്പോൾ 8th സോളോ റിലീസാണ്, ആൻഡ് അതൊരു വലിയ സൈനാണ്. കാരണം ഓരോ ആഴ്ചകളും റിലീസാകുന്ന സിനിമകളുടെ എണ്ണം ഒരു 3-4 എണ്ണമൊക്കെ വരുന്ന സമയത്ത് ഓരോ ദിവസങ്ങളുള്ളൂ പ്രത്യേകിച്ച്. അപ്പം ഈ 8th റിലീസാകുന്ന സമയത്ത് യു ഹാവ് എ ഫ്രീ ഡേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആളുകൾ ആ പടത്തിന് പോയി, ആളുകൾ ഈ പടത്തിന് പോയി എന്ന് പറയാനും പറ്റത്തില്ല. ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് സിനിമകൾ തിയേറ്ററിൽ വരുന്നത് പോലും. സോ എല്ലാം കൊണ്ടും ഒരു ഒരു പോസിറ്റീവ് സ്റ്റാർട്ടുണ്ട് അല്ലേ? പോസിറ്റീവ് സ്റ്റാർട്ടുണ്ട്. ആൻഡ് ലൈക്ക് രേഖ റൈറ്റ്ലി മെൻഷൻ, റൈറ്റ്, എനിക്ക് മലയാളി ഓഡിയൻസിൻ്റെ മുകളിലുള്ള കോൺഫിഡൻസ് ആണ് ചെക്ക്മേറ്റ്. അതുപോലെ ഇഫ് ഐ മേ സ്പെൽ എ ലിറ്റിൽ ബിറ്റ് ഓഫ് സ്പോയിലർ, ചെക്ക്മേറ്റ് അഡ്രസ്സ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ്, ആ ഒരു സോഷ്യൽ ഇഷ്യൂ എന്ന് പറയുന്ന ഡ്രഗ് ട്രയൽസിനെ കുറിച്ചാണ്. അപ്പോൾ ഡ്രഗ് ട്രയൽസിനെ കുറിച്ചുള്ള സിനിമയാണോ ചെക്ക്മേറ്റ്? അല്ല. അത് ഞാൻ മനഃപൂർവ്വം അതിലേക്ക് പോകാത്തതാണ്, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ്. ആബ്സല്യൂട്ട്ലി ക്യാൻ. ബിക്കോസ് നമ്മൾ ട്രെയിലറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡ്രഗ് ട്രയൽസ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഇഷ്യൂവിനെയാണ് ചെക്ക്മേറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇഫ് യു ലുക്ക് അറ്റ് ദ കോർ ലോജിക്, റൈറ്റ്, ഇറ്റ്സ് ഡ്രഗ് ട്രയൽസ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ആസ് എ സൊസൈറ്റി ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, റൈറ്റ്, ഇപ്പോൾ ലോ, ജസ്റ്റിസ് എന്ന് പറയുന്നത്, ഞാനോ ഇപ്പം ഡസൻറ്റ് മാറ്റർ വാട്ട് യുവർ ഹെയർ കളർ, ഐ കളർ, ഹൈറ്റ്, വെയ്റ്റ്, വാട്ട് എവർ ഇറ്റ് ഇസ്,
ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരാളെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ജസ്റ്റിസ് സിസ്റ്റം. ഇപ്പോൾ ഞാൻ കോടതിയിൽ വർക്ക് ചെയ്യുന്ന ആയതുകൊണ്ടും കൂടെ പറയാം, ബിക്കോസ് നമുക്ക് ഇതിനകത്ത് ഒത്തിരി കോഴ്സുകളും കാര്യങ്ങളൊക്കെ എല്ലാ 6 മാസം മറ്റേ LMS ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ കോഴ്സ് എടുക്കണം. അപ്പം അങ്ങനെ വന്നതാണ് ഈ ഒരു ജസ്റ്റിസ് സിസ്റ്റം എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ ആ ജസ്റ്റിസ് സിസ്റ്റം മാൻഡേറ്റ് ചെയ്യുന്ന ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കാത്ത ചില എൻറ്റിറ്റീസ്, അതിപ്പം ഡ്രഗ് ട്രയൽ മാത്രമല്ല, പ്രിറ്റി മച്ച് ഏതൊരു മേഖലയെ നോക്കിക്കഴിഞ്ഞാലും ഒരു ഹാക്ക്, ഇപ്പം ഐ വർക്ക് ഇൻ സൈബർ സെക്യൂരിറ്റി, റൈറ്റ്? സോ പീപ്പിൾ ട്രൈ ടു ഹാക്ക് ഇൻ ടു ദ സിസ്റ്റം. അങ്ങനെ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ സക്സീഡ് ആവരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതൊരു സോഷ്യൽ ഇഷ്യൂ ആയി മാറും. അതാണ് ചെക്ക്മേറ്റ് അഡ്രസ്സ് ചെയ്യുന്നത്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിൽ, വളരെ സട്ടിലായിട്ടാണ് നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇഫ് സംതിങ് ലൈക്ക് ദാറ്റ് ഹാപ്പൻസ്, it doesn't matter who's on top of the food chain, doesn't matter who's the king, everyone has to eventually pay എന്നുള്ള ഒരു ഇതാണ് ചെക്ക്മേറ്റ് അഡ്രസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് സം ഗ്ലിംസ് അബൌട്ട് ചെക്ക്മേറ്റ്. 8-ാം തീയതി സിനിമ തിയേറ്ററിൽ പോയി കാണുക. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. എന്തായാലും വി വൈൻഡിങ് ദിസ് അപ്പ് ആൻഡ് ലെറ്റ് ചെക്ക്മേറ്റ് ഹാവ് എ ഗുഡ് സ്റ്റാർട്ട് ആൻഡ് റൺ ഇറ്റ് ത്രൂ ഇൻ തിയേറ്റേഴ്സ്. താങ്ക് യു സോ മച്ച്. Thank you for having us. ബൈ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.